കുറച്ച് വറ്റിക്കണായിരുന്നില്ലേ കറി? പക്ഷെ ചിക്കൻ കറി ഇതിനായിട്ട് ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഉണ്ടാക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അല്ലേ? അതെ. പറയ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങളിന്ന് ഒരു ചെറിയൊരു ക്യാമ്പിംഗ് ആയിട്ട് വന്നതാണ്, നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ശല്യമൊന്നും ഇല്ലാത്ത ഏരിയയാണ്. ഇവരെ കുറച്ച് പേരുണ്ട്. അവർ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതാണ്. അപ്പുറത്ത് വേറെ കല്യാണ ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ നല്ലൊരു മനോഹരമായ സ്ഥലത്താണ് ഞങ്ങളുള്ളത് കേട്ടോ. ഇതൊരു കാരാപ്പുഴ ഡാമിൻ്റെ ഒരു ഭാഗമാണ്. താമരപ്പൂവൊക്കെ ഉണ്ട്. അത് പറിക്കാൻ പറ്റുമോ? താമരപ്പൂവൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഇവിടെ സെറ്റ് ആക്കല്ലേ? ഇവിടെ തന്നെ ടെൻ്റ് അടിക്കല്ലേ? കുഴപ്പമില്ലല്ലോ, അത് ഡിസ്റ്റർബ് ഒന്നും ആവില്ലല്ലോ. അവർക്ക് നമ്മൾ ഡിസ്റ്റർബ് ആവുമോ? ഇല്ലല്ലേ? എന്നാ ഉണ്ടാക്കാം അല്ലേ? സെറ്റായോ ടെന്റ്? ഓ പോരെ പോരെ. യെസ്. അപ്പൊ എന്തായാലും നമ്മൾ വന്നത് സമയം ശകലം വഴിയോ? ശകലല്ലേ വഴിയുള്ളൂ, ശകലം വഴി. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഒരുപാട് പണിയുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്കും ചിക്കൻ കറിയും പത്തിരിയും ഇടിയപ്പവും ഒക്കെ സെറ്റ് ആക്കണം. ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. ഇതെങ്ങനെ വിരിച്ചാൽ മതി? പോരെ. ഇനി മറ്റേ മാറ്റ് ഇതിന് മേളിൽ വിരിച്ചോ. എന്നാ ഇത് അഴുക്കാവൂല. നീ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്തോ. എടുത്താ പട്ടിയൊക്കെ ഉണ്ട്, വന്ന് ഓടി വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കണേ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണേ. ഞാനപ്പോഴത്തേക്കുന്ന ചിക്കൻ കഴുകട്ടെ. ഇതിലിട്ട് വട്ടിയാ പോരെ? ചിക്കൻ കഴുകി അതിലിട്ടാ മതി. സമയം പോയി.
ചിക്കൻ കഴിയട്ടെ. അരിഞ്ഞു കഴിഞ്ഞാൽ മതി. മുറിച്ചുള്ള കത്തിക്ക് നല്ല മുറിച്ചുണ്ട്. ആ ഈ കത്തി മേടിച്ചതിന് ശേഷം നീ വന്നിട്ടില്ല അല്ലേ? നീ എന്ന് പറഞ്ഞില്ലേ കത്തിക്ക് മൂർച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറ്റായിരുന്നു അവള്, അതുകൊണ്ട് മേടിച്ചാ. ഗ്യാസ് കത്തിച്ചേരണേ. ആ ഈ ഗ്യാസ് അടുപ്പ് മേടിച്ചതിന് ശേഷം നീ വന്നിട്ടില്ലല്ലോ ക്യാമ്പിങ്ങിന്? വന്നണ്ടാ കത്തിക്കട്ടെ? ഇവിടേക്ക് വെക്കുക. എവിടെ? ഇതൊക്കെ വാരിക്കളെ. കുക്കർ എടുത്ത് വെച്ച് എടുക്ക. അതിൽ തന്നെ വെക്കാനാ? സവാള ഇതിൽ തന്നെ വാട്ടാ? ഓക്കെ, ഇതൊക്കെ വേണല്ലോ. എന്താ പറയാ, വെളിച്ചെണ്ണ ഞാൻ എടുത്തരാ. സ്പൂണ്. നീ കഴിഞ്ഞോ? എണ്ണാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഇത് റെഡി ആയിട്ടില്ല. വെള്ളം തീ കൂട്ടിട്ടാ മതി. ഒരുപാട് ദിവസമായില്ലേ ക്യാമ്പിങ്ങിനൊക്കെ വന്നിട്ട്, അപ്പൊ അതിൻ്റെതായ എന്താ ഒരു ബുദ്ധിമുട്ട് തപ്പിപ്പിടുത്തണ്ടല്ലേ? അതാ ക്യാമ്പിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഇവള്. ഞാന് ഇപ്പൊ ലാസ്റ്റ് വീഡിയോ ചെയ്ത് സൽമയും ഞാനും കൂടെ ആ പുലി വന്ന സ്ഥലത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്തില്ല, അത് കണ്ടില്ലേ നീ? അതാ ചെയ്തേ. ഇനിയിപ്പോ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ അല്ലേ? ഇത് മതി മല്ലിയിലൊക്കെ. അത് എടുത്തിട്ടില്ലല്ലോ, കഴുകണം. നിങ്ങൾ ഇരിക്കണ്ട, നിങ്ങൾ മറ്റേ ഇതൊക്കെ സെറ്റ് ആക്കണ്ടേ? വത്തൊക്കെ കട്ട് ചെയ്യണം. സമയം എന്തായി? സമയം നോക്കിയാ 6:15 നമുക്ക് കുറച്ച് ഉപ്പ് ഇടാട്ടോ, വേഗം വാടട്ടെ. ഉപ്പൊക്കെ ഇട്ടോ. ഞാൻ ഇക്കാനോടല്ലല്ലോ പറഞ്ഞേ, ഞാൻ പ്രേക്ഷകരോടല്ലേ പറഞ്ഞേ. പ്രേക്ഷകരോടാ പറഞ്ഞേ? ശരി. പിന്നെ ആ പാത്രമൊക്കെ എന്തിടി? ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഈ ഇല ഇവിടെ ഇടാം അല്ലേ? ഇഞ്ചി മുളക് പൊടി ഇടാം. ഇഞ്ചി മുളക് പൊടിയോ? കുറച്ച്. ഇഞ്ചി ഇല്ല, ഇന്ന് ഇഞ്ചി ഇല്ലാത്ത ചിക്കൻ കറിയാ. ഈ കവറിലിട്ടിട്ട് ഈ പഴമൊക്കെ എന്തോ പോലെ ആയാലടി. അപ്പൊ ഇനി ഞാൻ എന്റെ പരിപാടി തുടങ്ങട്ടെ. ഇത് മൊത്തം എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതല്ലേ, ഞങ്ങളൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നുണ്ട്. എന്താ നോക്കാം അല്ലേ? ചിക്കൻ ഇടുക. ഞാൻ ഈ സാധനം നോക്കുക. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. ഇത് ചെറുതല്ല സി. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നമ്മള് സവാള വാടാനുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചിക്കനിലേക്കുള്ള ഉപ്പ് കൂടി ഇടാം. ഇതിൽ കേടുണ്ടോ സി? ഇത് ഇത് കേടാ. ഇതൊരെണ്ണം പച്ച കേടായി പോയി. ഇവിടെ തന്നെ ഇടാൻ മുളച്ചോളൂല്ലേ? ഇക്കാക്കും നടുവത്തെ ആൾക്കും നല്ല കറി വേണം. ബാക്കി എനിക്കും മോനിക്കും ഇളയ ആൾക്കും അങ്ങനെ കറിയൊന്നും വേണ്ട. എന്തെങ്കിലും ഇത്തിരി ചമ്മന്തി ആയാലും തൊട്ട് കൂട്ടി ചോറ്. ഇവര് പൂങ്കുളത്തിലുകാരും ഞങ്ങൾ ചെറിയമ്പറമ്പിലുകാരും. ഞങ്ങൾക്ക് കുറച്ച് കറി മതി. ബട്ടർ ഫ്രൂട്ടേ നല്ലതാന്ന് പറഞ്ഞിട്ട് പെറുക്കിയിട്ട് വന്നാ കേട്ടോ. ഇതേ പറിച്ചു വെച്ചതുണ്ട്, അത് പഴുത്തിട്ടില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അത്. പക്ഷെ ഇത് പെറുക്കിയിട്ട് വന്നതുകൊണ്ട് കേടാണത്. നമ്മൾ വിചാരിച്ചൊരു സംഗതി ആയിട്ടില്ലത്. ഇതുണ്ടോ? ഇതോക്കാസി
അയ്യേ സാരല്ല. ഇപ്പൊ 2 എണ്ണ കിട്ടി, വലിയൊരു പാത്രം കൊണ്ടുവന്നിട്ട്. നമ്മൾ കുക്കർ അടച്ചു വെക്കാം. ഈ കുക്കർ അടച്ചു വെച്ചോ, ഈ സാധനത്തിൽ നോക്കടി തിരികെ ഉള്ളൂ. സാരല്ല, ഉള്ളത് മതി. ഇനി അടുത്തത് ചായക്ക് റെഡിയാക്കണം. അതാ പോരെ. ഇഞ്ചി പഞ്ചസാര ഉണ്ട്. പഞ്ചസാര ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ടോ? കുറച്ച് പോരെ. ആ മതി. പക്ഷെ ഇത് ശരിക്കും നല്ല മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും ഓൾറെഡി. പാലേക്കട്ടെ, ബാക്കി ചായ പൊട്ടിക്കട്ടെ. ചോദിച്ചാൽ ചായക്കും വേണം ഇതില്ലേ ഇത് പോരടി. ഓ സെറ്റല്ലേ? ഇട്ടിരിക്കട്ടല്ലേ? ചായപ്പൊടി തണ്ണിമത്തൻ. ചായപ്പൊടി ഇതാ ചെറുതാക്കി മുറിക്കല്ലേ? ഇതെങ്ങനെ ഇത് ആയിട്ടുണ്ടാവും. ഇറക്കട്ടെ? എത്ര വയസ്സിലായി? 3-4 വയസ്സിലായിക്കും. ചായ കട്ടെ. പഞ്ചസാര നമുക്ക് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കാം. ആവുള്ളൂ അല്ലേ? ഞങ്ങള് നോമ്പ് തുറക്കാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്താ വെച്ചാല് പെട്ടെന്ന് ഇന്നൊരു പ്ലാനിങ് ആയതല്ലേ, പെട്ടെന്നൊരു പ്ലാനിങ് ആയതാണ് ഞങ്ങൾ പുറത്തു പോയി നോമ്പ് തുറക്കാന്നുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ഉള്ള സാധനം വെച്ചിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കണം അല്ലേ. പിന്നെ വേറെ കുറച്ച് കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇടിയപ്പവും പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ ധാരാളമാണ്. അല്ല, ഞാൻ ഇതാണ് പറഞ്ഞത്. അല്ല, ഇത് തന്നെ കൂടുതലാണ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. പത്രം ഇടക്കാം അല്ലേ? ഇത് വെച്ചിളക്കി കൊടുത്തല്ലോ. സെറ്റ് ചെയ്ത് കളിച്ചില്ലേ? ചായ റെഡി ഓഫ് ആക്കിക്കോളൂ. ഇനി അത് അവിടുന്ന് മാറ്റാം. അയ്യോ പൊള്ളിയോ? തണ്ണിമത്തനൊക്കെ ഇപ്പോ കിണ്ണിമത്തന അങ്ങനെ ഇതിന്റെ മേളിൽ പൊട്ടി. സെറ്റായില്ലേ? കറി എന്തായി? കറി സെറ്റായി. അടിപൊളിയാ? എന്തോ നോക്കട്ടെ ഒന്ന്. ഓ എന്ത് ഒന്നുകൂടി വെക്കണോ? വേണ്ട, ഞാൻ പിള്ളേർക്ക് ഒരു വർഷം തണ്ണിമത്തം കൊടുത്തല്ലോ. എന്നടാ ബാ, ഞങ്ങളെ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് വന്നാണേ. അടുത്ത ആഴ്ച നമുക്ക് സെറ്റ് ആക്കണം കേട്ടോ. അവനും കൊടുക്കും ഒരു പീസ്. എല്ലായോ? ഇതങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. ആ ഇപ്പൊ പങ്ക് വിളിക്കും. വെള്ളം ഒഴിച്ചോക്കട്ടെ. ഈ തണുത്തുള്ള ഒഴിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നോമ്പ് തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ്. ഞങ്ങൾ എന്തായാലും നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി. ഇത് തണ്ണിമത്തൻ, ഇത് സമൂസ, ഇത് മറ്റേ ഈത്തപ്പഴം പൊരിച്ചത്, കാരക്ക, ഇത് നമ്മുടെ സാധാരണ പഴം, ഇത് നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ജ്യൂസാണ്. പക്ഷെ അതൊന്നും അങ്ങോട്ട് ശരിയായില്ല.
ബട്ടർ ബട്ടർ ഒരുപാട് വീട്ടിലുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടില് വീട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് അല്ലേ. പക്ഷെ ബട്ടർ നമ്മൾ കൊണ്ടുവന്നത് പഴുത്തിട്ടില്ലായിരുന്നു. പക്ഷെ പറിച്ചു വെക്കാനും വിട്ടുപോയി അല്ലേ, പറിച്ചു വെച്ചത് തീർന്നു പോയി, പിന്നെ ഉള്ളത് പെറുക്കിയിട്ട് വന്നതാ. അപ്പൊ ഇനി എന്തായാലും ബാങ്ക് വിളിക്കാൻ സമയമായി, ഇനിയിപ്പോ എന്തായാലും നോമ്പ് തുറക്കാം അല്ലേ. സമയം എന്തായി? 35. ബാങ്ക് വിളി. അതിന് എന്തെങ്കിലും കൊടുക്കണം ആർക്കാ? പട്ടിക്ക്. നമ്മൾ കഴിക്കുമ്പോൾ കൊടുത്താൽ പോരെ. എന്തെങ്കിലും മാറ്റട്ടെ. വാ. ഇങ്ങോട്ട് വയ്ക്കോ, അങ്ങോട്ട് വയ്ക്കട്ടോ. കറി ചൂടാക്കണം. വേണ്ടേ? ചൂടുണ്ട്. ഉണ്ടോ? ഇന്നെടുത്തു. ഇത് ഓഫാക്കട്ടെ. കറി ഒഴിച്ചിട്ടെ ചായ ചൂടായി. മറിയോ അത് ഗ്ലാസ്? ഇല്ല, ചായ പുറത്ത് വെക്കാം അല്ലേ. കറി ഒഴിച്ചാലോ? പാത്രം തരും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി, പിന്നെ പത്തിരി റെഡി. എന്തെങ്ങനെ വെള്ളം പോലെയൊക്കെ ഉണ്ടല്ലോ. മതി മതി. കുറച്ച് വറ്റിക്കണായിരുന്നില്ലേ കറി? ഓട്ടല്ലേ. ഉപ്പുണ്ടോന്നാവോ? ഉപ്പൊന്നും നോക്കിയിട്ടില്ലല്ലോ. ഉപ്പുണ്ട്. മുളക് കറി പോലെ ഉണ്ട് അല്ലേ? ഒന്നുകൂടി ചൂടായ കൊള്ളായിരുന്നു അല്ലേ. ചൂടാകണം നീ. വെറുതെ ഇതിനകത്ത് വെച്ചാ പോരെ. അറിയണ്ട. പക്ഷെ ചിക്കൻ കറി ഇതിനാട്ടി ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഉണ്ടാക്കും. ചായ കേട്ടാ. ക്യാമ്പിങ്ങിന് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ചായ. അടിപൊളി ചായ. ആ പട്ടി എവിടെ പോയാ? ഇനി കാണാല്ല. സമൂസ അതായിരിക്കണ. തിന്നാൻ പറ്റൂല. എനിക്ക് ഇക്കാൻ്റെ ഒരു പൊട്ട് മതി, എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇപ്പൊ എങ്ങനെ തിന്നരിക്ക് തിന്നാൻ പറ്റൂല. ഇവിടുന്ന് ആയതുകൊണ്ടാ? അല്ല, വീട്ടിൽ നിന്നും അങ്ങനെ തന്നെ തന്നെയാ. വീട്ടിൽ നിന്ന് എല്ലാവരും എന്നെ ചീത്ത അറിയാ. തിന്നാൻ പറ്റണ്ടേ? തിന്നാൻ പറ്റാനല്ലേ തിന്നാ.
ഇത് വേറൊരു വൈബാ. ഞാൻ മിക്ക ദിവസവും വീട്ടിൽ നിന്നല്ല നോമ്പ് തുറക്കണം, ഞാൻ പള്ളിയിലാണ് നോമ്പ് തുറക്കുക കേട്ടോ. അങ്ങനെ പള്ളിയിൽ നിന്ന് നോമ്പ് തുറത്തിട്ട് പിന്നെ രാത്രി വീട്ടിൽ പോവുള്ളൂ. പക്ഷേ ഇന്ന് വേറൊരു വൈബ്, വീട്ടിൽ നിന്ന് തുറക്കുമ്പോൾ വേറൊരു വൈബ്, പള്ളിയിൽ നിന്ന് വേറൊരു വൈബ്. പള്ളിയിൽ നിന്ന് കുറച്ച് ചായ ഉണ്ടാവും, നാരങ്ങ ഉണ്ടാവും, ഇതുപോലെ എന്തെങ്കിലും എണ്ണക്കടികളും ഉണ്ടാവും. അത് കഴിച്ചാൽ തന്നെ വയറ് നിറയും. നമ്മൾ സുമതി വളവിൽ പോയ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, നോമ്പിന് മുമ്പ് എടുത്തു വെച്ചാണ്, അത് എഡിറ്റ് ചെയ്തിട്ടില്ല. സുമതി വളവിൽ ഞാനും നമ്മുടെ മാഹിക്കാരനും കൂടിയാണ് പോയത്. ആ വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്യണം, പെട്ടെന്ന് തന്നെ വരും. കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു, അത് കാണാം നമുക്ക്. സുമതി വളവ് വല്ലാത്തൊരു വളവ് തന്നെയാണ്. അതാ വന്നു പോയതായിരുന്നു വന്ന്. വന്നോ? ഇത് കൊടുക്കട്ടെ, ഒരു പത്തിരിയും കൂടി കൂട്ടിയിട്ട് കുഴച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ പട്ടിക്കുട്ടിക്ക് പത്തിരിയും ചിക്കൻ കറി തരാട്ടോ. കുട്ടികളെ ചെവിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ, വലിയ ചെവിയ. എന്ത് നാടൻ പട്ടിയ. കഴിച്ചോട്ടാ, കഴിച്ചോ, പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. പാവം, പേടിച്ചിട്ടാ. എന്നെ അറിയാം ഒന്നും ചെയ്യൂലെന്ന് അല്ലേ. എന്തെങ്കിലും ചെയ്യണവരാണെങ്കിൽ കഴിക്കാൻ കൊടുക്കൂല്ലോ. ഇതിലൊരു തുള്ളി ചായ കൂടി കുടിച്ചോളൂ. തുള്ളിയൊന്നുമല്ല, അത് നീ കുടിച്ചോ. കഴിഞ്ഞു, നല്ല സ്പീഡിലാണല്ലോ നിന്നെ. വിശന്നിട്ടാവും പാവം അല്ലേ, വിശന്നുണ്ട് അല്ലേ. പെറ്റിയെടുക്കാൻ തോന്നുന്നത് എൻ്റെ ഇത് നോക്ക്. ഇനി ഇല്ല മോളെ, പാവടി. ബിരിയാണി കിട്ടിയ പോലെ ഇപ്പോൾ തിന്നത്, കഷ്ടം. ഇനിയൊന്നുമില്ലല്ലോ കൊടുക്കാൻ. ഇതാണ്ട് കൊടുത്താലെന്നാ ഉണ്ടോ? എന്നാ അത് കുറച്ച് കറി കഴിക്കും. 1 2 3 4 ഉണ്ട്. തിന്നോട്ടെ. അപ്പോൾ ചിക്കൻ കറി അല്ലേ. അപ്പം ഇന്ന് നിനക്ക് പെരുന്നാളായിക്കോട്ടെ അല്ലേ. നീ കഴിച്ചോട്ടോ. പേടിക്കണ്ട, തിന്നട്ടോ, ഒന്നും ചെയ്യില്ല. കഴിഞ്ഞു, പതുക്കെ തിന്നിട്ട് പോയിക്കോ, ഇവിടെ ഒന്നും നിൽക്കണ്ട കേട്ടോ. കഴിയട്ടെ, ഞാൻ കഴിയണ്ടേ? ഞാൻ കഴിക്കോളാം. എടി ഇതേതൊരു പട്ടി, ഇത് വലിയ പട്ടിയാണല്ലോ. ഒരു കഷ്ണം കൊടുക്കാം. ഞാൻ കൊടുക്കാം. വേണ്ട, എനിക്ക് അതിന് കൊടുത്തില്ലേ, ഇതിന് ഞാൻ കൊടുക്കാം. ഇങ്ങോട്ട് കൊടുക്കട്ടോ, ഇങ്ങോട്ട്. ആ കടിക്കും, വിട്ടാ വരുന്നേ. ആ കഴിഞ്ഞു പോ. ആ പാത്രത്തിലൊന്നും തലടാ, അങ്ങോട്ട് അങ്ങോട്ട് പോ. അങ്ങോട്ട് പൊടി പോടാ, ഇങ്ങോട്ട് ഞാൻ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞു. ഇനിയില്ലേ ഇവൻ ഡേഞ്ചറാ, പോടാ. ആ നിന്നെ നോക്കണ്ട്. ഇനി കഴിഞ്ഞിട്ടപ്പോ കൊടുക്കുമ്പോ എവിടെയായിരുന്നു? നോക്കണോക്കത് നേരത്തെ വന്നോടെ ഇരുന്നാ അതിനും തൊടല്ലേട്ടാ. ആ എന്നാ ഒരു കഷ്ണം കൂടി കൊടുത്താടിയാ സമൂസ. പാവല്ലേ, അങ്ങോട്ട് വരും കേട്ടോ, ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങോട്ട് കൈ ഇങ്ങനെ ആക്കിയാൽ കയ്യിലോട്ട് വരും. അങ്ങനെ വളർത്തണമായിരിക്കും, സ്നേഹിച്ച് വളർത്തണായിരിക്കും. എന്നിട്ടൊരു കാര്യം ചെയ്യ്, തിന്നിട്ട് വേഗം പോ, വീട്ടിൽ പോ.
ഇതിന്റെ ഭാര്യ തോന്നടി അത് ആയിരിക്കും അല്ലേ? കെട്ടിയോനും കെട്ടിയോളും കൂടി വന്നതാ. മക്കളെ അവിടെ ഇട്ടിട്ട് വന്നതാണ്. കുട്ടികളെവിടെ? കുട്ടികളടുത്ത് പോയിക്കോളി. പോയിക്കോളും, വേഗം പോയിക്കോളി. ഇനി ഇവിടെ എന്തേലും കൊടുക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. ഒന്നും കൊടുക്കാനില്ല അറിയ. ഇനി ഒന്നുമില്ല, വേഗം പോയിക്കോളി. ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. ഒരു ബൗളില്ലല്ലോ അവിടെ. ബൗളോ? വൈറ്റ് ഇങ്ങനത്തെ. ഇവിടെ പുറത്ത് തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നില്ലേ? ഓ പൊന്നു ഒരു ചെറിയ തണുത്ത കാറ്റുണ്ടല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോ. ഉറങ്ങുവാ? ഉറങ്ങാനോ? ക്യാമറയുടെ എഴുന്നേക്ക്. പറയണ്ടേ എന്ത്? നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉഷാറായി. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു, നല്ല സെറ്റായി. അത് ഇങ്ങോട്ട് ഇരുന്ന് പറയും. എന്റെ പുറകിലിരുന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുവോ? കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം. പിന്നെ നോമ്പ് തുറന്നു. എന്തായാലും ചിക്കൻ കറി, പത്തിരി, നൂൽപുട്ടും. ചിക്കൻ കറിയും പത്തിരിയും നൂൽപുട്ടും. അതെ, പിന്നെ നൂൽപുട്ടും പത്തിരിയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് അങ്ങനെയല്ല. നമ്മളൊരു സുഹൃത്ത് ഇങ്ങനെ എപ്പോഴും കമൻറ്റ് ചെയ്യുമായിരുന്നു, ദോശയും ചിക്കൻ കറിയും വേണമെന്ന്. ദോശയും ചിക്കൻ കറിയും വേണമെന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് സമയം പോയി. അപ്പോൾ ഞാൻ വേഗം പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ ചപ്പാത്തിയും ഇടിയപ്പവും പത്തിരി. എന്തായാലും നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കും. ദോശയും നല്ല നെയ്യൊക്കെ ഒഴിച്ച് മൊരിയിച്ച ദോശയും ഉണ്ടാക്കും, ചിക്കൻ കറിയും ഉണ്ടാക്കും. ഓക്കെ അല്ലേ? നോമ്പ് കഴിഞ്ഞിട്ട് അല്ലേ? നോമ്പ് കഴിഞ്ഞിട്ട് നല്ല നല്ല ക്യാമ്പിങ്ങുകളൊക്കെ ചെയ്യണം. പിന്നെ ഞാനും നമ്മുടെ മാഹിക്കാരനും കൂടി സുമതി വളവിൽ പോയിരുന്നു. വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, കുറച്ചായി വീഡിയോസ് എടുത്തു വെച്ചിട്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് പതുക്കെ ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ വേറെ വീഡിയോസ് ഒന്നും എടുത്തു വെച്ചതില്ല, എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി നോമ്പ് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ഇനി നല്ല ക്യാമ്പിങ് വീഡിയോ ഒക്കെ വരുള്ളൂ. പിന്നെ നമ്മൾ ഡ്രോണിൻ്റെ വിഷ്വലൊക്കെ ഇങ്ങനെ ഇവിടുന്ന് എടുക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ വന്നത്. എന്താ വെച്ചാൽ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഡ്രോണിലൊക്കെ കുറച്ച് വിഷ്വലൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ക്ലാരിറ്റി ഉണ്ടോ, നന്നായിട്ടുണ്ടോ അല്ലേ, എല്ലാം നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അല്ലേ? പിന്നെ ഇനി വേറെ എന്തെങ്കിലും പറയണ്ട? വേറെ ഒന്നുമില്ല. നമ്മളെ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലേ? സപ്പോർട്ട് ചെയ്യുക. ഷെയർ ഒന്നും ആരും ചെയ്യില്ലല്ലോ. ഷെയർ വേണമെങ്കിൽ ചെയ്യാം. അല്ല, അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്നവരുണ്ടാവും. ഷോർട്ട് വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമല്ലോ. ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ആരും ഷെയർ ചെയ്യില്ലെന്ന് തോന്നുന്നു അല്ലേ? ചിലവരൊക്കെ ഷെയർ ചെയ്യുമായിരിക്കും. അപ്പോൾ ഷെയർ ചെയ്യണവർ ഷെയർ ചെയ്യും. പിന്നെ ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ, ഹൈപ്പ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണുമ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ വ്യൂസൊക്കെ കുറവാണ്. ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അല്ലേ? അപ്പം എന്നാൽ നമുക്ക് പിരിയാം. നമ്മൾ പിരിയില്ല. നമ്മളെവിടേക്ക് പിരിയണേ? ഞാൻ മരിച്ചു പിരിയല്ലാതെ നിങ്ങളെ ഞാൻ അങ്ങനെ വിടാൻ പോണില്ല. നമ്മുടെ പട്ടിക്കുട്ടികൾ എവിടെ വന്നറി? അല്ല, അത് പോയിട്ടില്ല. നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ വണക്കം. അതുവരെ ടാറ്റാ, ബൈ ബൈ. അപ്പോൾ എന്നാൽ എന്തായാലും ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഓക്കെ, സെറ്റ്. എന്നാൽ കുറച്ചു നേരം കിടന്നു, എന്നിട്ടൊക്കെ പോവാം അല്ലേ? കിടക്കട്ടെ, ഞാൻ കിടക്കുന്നല്ലേ വയ്യ. പട്ടിക്കുട്ടികളൊക്കെ കൂടി ഇനി അകത്തേക്ക് വരുമോ? ഇങ്ങോട്ട് വരില്ലേട്ടാ. പൊയ്ക്ക ഞങ്ങൾ കുറച്ചു നേരം കിടന്നിട്ടൊക്കെ പിന്നെ പോകണുള്ളൂ.